ഈ മാസം 22-ന് പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ കൂടി എത്തുന്നുണ്ട്. ഭക്തജന സംഗമത്തിലെത്താൻ അദ്ദേഹം എത്തുകയാണ് എന്നുള്ള അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. സ്വാമി അയ്യപ്പൻ നഗറിൽ വൈകിട്ട് 3 മണിക്കാണ് ഈ സംഗമം അന്ന് ആരംഭിക്കുന്നത്. ഗോകുൽ രമേശിലേക്ക്. ഗോകുൽ, ഈ പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ പ്രാധാന്യം ഏറുകയാണ്. പ്രധാനമായിട്ടും മുഖ്യാതിഥിയായിട്ട് തമിഴ്നാടിന്റെ മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അണ്ണാമലൈ കൂടി എത്തിച്ചേരുന്നതോടുകൂടി കൂടുതൽ ഭക്തജന പങ്കാളിത്തം ഈ സംരക്ഷണ സംഗമത്തിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ തന്നെ ബാക്കി ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കൾ, അതോടൊപ്പം തന്നെ ഹൈന്ദവ ആചാര്യന്മാർ, ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളും അവ പരമ്പരാഗതമായി കൈകാര്യം ചെയ്തു പോരുന്ന സംഘങ്ങൾ, അങ്ങനെ തുടങ്ങി വിവിധ അല്ലെങ്കിൽ ഒരു മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന്റെയും ഒരു പരിച്ഛേദം ഈ സംഗമത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നതാണ്. എന്തായാലും ആ പരിപാടിയിലേക്ക്, ഭക്തജന സംഗമത്തിലേക്ക് കെ അണ്ണാമലയുടെ പങ്കാളിത്തം കൂടി ഉണ്ടാവുകയാണ്. 22-ാം തീയതി പന്തളത്താണ് ഈ പരിപാടി നടക്കുന്നത്. 2 കാര്യക്രമവുമായിട്ടാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ശബരിമലയുടെ വിശ്വാസവും സംരക്ഷണവും വികസനവുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാർ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. പന്തളത്ത് തന്നെയുള്ള നാനാക് കൺവെൻഷൻ സെന്ററിലായിരിക്കും ഈ സെമിനാറുകൾ നടക്കുന്നുണ്ടാവുക. ഈ സെമിനാറിലും ഈ ഹൈന്ദവ ആചാര്യന്മാരും ഹൈന്ദവ നേതാക്കളും വിവിധ സംഘടനകളുടെ പ്രതിനിധികളും ഒക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ 3 വിഷയങ്ങൾ, ശബരിമലയുടെ വിശ്വാസം, അതോടൊപ്പം തന്നെ വികസനം, സംരക്ഷണം എന്നിങ്ങനെയുള്ള 3 വിഷയങ്ങളിൽ ചർച്ചകളും അതോടൊപ്പം തന്നെ വിവിധ പ്രബന്ധാവതരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ രാവിലെ നടക്കുന്ന സെഷനിൽ നടക്കുന്നുണ്ടാകും. അതിനുശേഷം 3 മണിക്കാണ് ഭക്തജന സംഗമം പന്തളത്ത് സ്വാമി അയ്യപ്പൻ നഗറിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ സംഖ്യയിൽ ഈ സംഗമം മഹാസംഗമമായി തന്നെ നടക്കും എന്ന് തന്നെയാണ് ഈ കർമ്മസമിതി അടക്കമുള്ള ഇതിന്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിപുലമായിട്ടുള്ള സ്വാഗത സംഘം അടക്കം രൂപീകരിച്ചുകൊണ്ട് നേരത്തെ ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സാംസ്കാരിക സംഘടനകളും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളും സാമുദായിക സംഘടനകളും ഒക്കെ നേരത്തെ മുതൽ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അണ്ണാമല കൂടി എത്തുന്നതോടുകൂടി ആ പരിപാടിക്ക് കൂടുതൽ ശോഭ വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമാനമായി ഈ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതിനോടനുബന്ധമായി തന്നെ ഈ സർക്കാരിന്റെ പരിപാടിയായിട്ടുള്ള പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രാധാന്യം കുറയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഭക്തജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകരെ അവർ ദർശനത്തിന് വിലക്കിക്കൊണ്ട് ഒക്കെ തന്നെയാണ് അവരുടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല ഹൈന്ദവ സംഘടന അല്ലെങ്കിൽ നേതാക്കളുടെയൊക്കെ അടക്കം ഒരു പിന്തുണ അവർക്ക് കൃത്യമായിട്ട് നേടാനും സാധിച്ചിട്ടില്ല. തീർത്തും ധനികരായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ ആ പരിപാടി നടക്കുന്നതെന്ന് നേരത്തെ മുതൽ തന്നെ വ്യക്തമായിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും സാധാരണക്കാരായിട്ടുള്ള ഭക്തരും ഭക്തരുടെയും വിശ്വാസികളുടെയും യഥാർത്ഥ സംഘടനകളും അവരുടെ നേതൃത്വവും അടക്കമുള്ള ആളുകൾ കർമ്മസമിതി സംഘടിപ്പിക്കുന്ന ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പന്തളം കൊട്ടാരത്തിന്റെ ഒരു നിലപാട് ഇന്നലെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൊട്ടാരം സർക്കാർ നടത്തുന്ന സംഗമത്തിലേക്ക് പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശബരിമല യുവതി പ്രവേശന സമയത്തെ കള്ളക്കേസുകളുമായി ബന്ധപ്പെട്ട് അവ പിൻവലിക്കണമെന്ന് കൊട്ടാരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ അതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് തങ്ങൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതെന്ന് കൊട്ടാരം ഇന്നലെ വ്യക്തമാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും വിവിധ ഹൈന്ദവ സമൂഹങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഈ 2 സംഗമങ്ങളും നടക്കാനായിട്ട് ഒരുങ്ങുന്നത്. സാധാരണ വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ ഒക്കെ അണിനിരക്കുകയാണ് 2018 സമാനമായി അയ്യപ്പ സംരക്ഷണ സംഗമത്തിൽ. ഈ മാസം 22-ന് പന്തളത്ത് നടക്കുന്ന അയ്യപ്പ സംരക്ഷണ സംഗമത്തിന് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ കൂടി എത്തുന്നുണ്ട്.